ഹായ് ഗായ്സ്. സോ ഇപ്പോൾ PMA അമ്മുവും കൊച്ചിനും ഒക്കെ US നിന്ന് വരെയാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗായിരിക്കും. ഇച്ചിരിയല്ല, എല്ലാ ദിവസവും ഇതുപോലെയാണ്. ബിസിയാണ്, ഭയങ്കര ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും വിചാരിക്കും എന്തെങ്കിലും ഒരു വ്ളോഗ് എടുക്കാമെന്ന്. പക്ഷേ ഞാൻ മറന്നു പോവും, ഞാൻ വിട്ടുപോവും. ഒന്ന് ഡേ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിയുമ്പോഴേക്കും ഞാൻ ആലോചിക്കുന്നു അയ്യോ വ്ളോഗ് എടുക്കായിരുന്നു. സോ ഇന്ന് എന്തായാലും ഞാൻ രാവിലെ തുടങ്ങി. ഇപ്പം മണി 7:30 ആയിട്ടുണ്ട്. സോ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവർ ഫ്ലൈറ്റ് കുറച്ച് ഡിലേയും ക്യാൻസലേഷനൊക്കെ വന്നു. ഒരു മെനിഞ്ഞാന്ന് രാത്രി എത്തേണ്ടായിരുന്നു. ബട്ട് അവിടെ US സ്നോ കാരണം അത് ക്യാൻസലായി. പിന്നെ ബോംബെ വന്ന് അത് ഡിലേ ആയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബട്ട് എനിവേസ് അവർ സേഫായിട്ടിപ്പോൾ 8:30 ലാൻഡ് ചെയ്യും. അപ്പം ചേട്ടൻ അമ്മാമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി, PMA അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി വീട്ടിൽ നിന്ന്. നമ്മളിവിടെ നിന്ന് ഇപ്പം ഇറങ്ങും. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ ഡോണ്ട് നോ വൈ. ഐ ജസ്റ്റ് സോ ദം ലൈക്ക് 3 weeks ago. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു എത്രയോ കുറേ കാലമായ പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. കാരണം PMA വാസ് ലൈക്ക് എൻ്റെ കൂടെ എൻ്റെ ലൈക്ക് ഇവൻറ്റ് പ്ലാനറായിരുന്നു ആക്ച്വലി. എൻ്റെ കൂടെ എല്ലാം പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു സ്മൂത്തായിട്ടെല്ലാം പോവുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായ പോലെ എനിക്കൊരു ഫീൽ. എല്ലാവരും ഉണ്ട്, എന്നാൽ പോലും when she was there എനിക്കൊരു ഹെൽപ്പായിരുന്നു. കുറച്ച് ഐഡിയാസും എല്ലാം ഒക്കെ കൊണ്ടുവരും. ഒരു ഐഡിയ ഉണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും, ഇന്ന ടൈം ചെയ്ത് തീർക്കും എന്നൊക്കെ എനിക്കൊരു ഇപ്പോൾ എനിക്ക് അതൊന്നും ഇല്ല. സോ ലൈക്ക് ഓക്കെ, വന്നിട്ട് വേണം എനിക്കതെല്ലാം ഇനി പ്ലാൻ ചെയ്യാൻ. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനാച്ചുവിനടുത്ത് പറഞ്ഞിട്ടില്ല PMA വരുന്നെന്ന്. അപ്പോൾ ഫുൾ സർപ്രൈസാണ്. നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ അനാച്ചുവിൻ്റെ വീട്ടിൽ പോവും, സർപ്രൈസ് കൊടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു PMAക്ക് എവിടെയോ പോകാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ലുലു ഫുൾ ഷോപ്പിംഗ് ആണെന്ന്. ആൻഡ് ദെൻ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് നമ്മുടെ സംഗീതിൻ്റെ. സോ അതൊക്കെയാണ്. അമ്മ റെഡിയായി, ബാജി ഇറങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. സോ നമ്മൾ കുറച്ച് ഏർലി ആവാൻ കാരണം ഒരു ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. 8:30 എത്തേണ്ടിരുന്ന ഫ്ലൈറ്റ് 9:08 എന്താണ് എത്തുന്നത്. സോ നമ്മളിങ്ങനെ എയർപോർട്ടിനകത്ത് കയറിയില്ല, നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഉഴുന്ന വട കഴിക്കാൻ തോന്നുന്നു. രാവിലെ നമ്മൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 2-3 കടകളിൽ പോയിട്ടൊന്നും ഉഴുന്ന വട ഇല്ല. എന്താണെന്നോ ഇല്ലേ, അല്ലെങ്കിൽ എല്ലാ കടകളിലും ഉള്ളതാണല്ലോ. ഇതിപ്പം ഒരു ചായക്കടയിൽ ഉഴുന്ന വട ഇല്ല. എന്തോ പിന്നെ രാവിലെ വട കഴിക്കൂലേ ആരും. ഇപ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു കടയിൽ വന്നു, ഭാഗ്യത്തിന് ഇവിടെ നിന്ന് കിട്ടി. ഇനി ഇത് വാങ്ങിച്ച് നമ്മൾ നേരെ അകത്തോട്ട് കയറും. മണി ഇപ്പം 9 മണിയായി. ഇപ്പോൾ പോവാം. അവരെത്തി, അവർ ലാൻഡ് ചെയ്ത്. ബാജി ഇവിടെ നിന്ന് കരുത്ത് തിന്നുന്നതേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ധൃതി കൂടി. ഞാൻ ഭയത്ത് പറഞ്ഞ് പെട്ടെന്ന് രാവിലെ എത്തിയിരുന്നു. കൊച്ചി മെസ്സായിട്ട് ബാജി പറത്തിയാണ് വന്നത് തിരിച്ച്. കരിക്ക് കുടിക്കാൻ അവിടെ മറ്റേ കടയിലെ ഓണർ ബാജിയുടെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഫാനായിരുന്നു. അതുകൊണ്ട് ബാജി ഏത്തപ്പഴത്തിൽ ഒതുക്കിയില്ല, കരിക്കുമൊക്കെ വാങ്ങിച്ച് അവരുമായിട്ടൊക്കെ കമ്പനി അടിച്ച് നിൽക്കുകയായിരുന്നു. അതാണ് എത്ര ലേറ്റ് ആയത്. എനിവേസ് നമ്മൾ എത്തി എയർപോർട്ടിൽ. പ്രകാശൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അമ്മാമ്മ വ്ളോഗ് കുറെ നാക്കിയ ശേഷം അമ്മാമ്മയെ കണ്ട് വ്ളോഗില്. പ്രകാശം എത്തിയിട്ടുണ്ട് രാവിലെ. ഇന്നലെ ഫുൾ പ്രകാശം സംഗീതിന്റെ ഡാൻസ് പഠിക്കുക. ഹൗ വാസ് ഇറ്റ്? കൊള്ളായിരുന്നോ? ഇനി ഇന്ന് കപ്പിക്കാരോടെ വാങ്ങിച്ചിട്ടുണ്ടെന്നേ. ഒന്നും എടുത്തില്ല. നീ അങ്ങോട്ടില്ല. വെയിലടിച്ചിട്ട് സക്സസ്ഫുള്ളി എത്തി. ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ ആകെ ഒരു വ്ളോഗേ എടുത്തോളൂ ഇവിടെ വന്നിട്ട്. ബാക്കി വേണ്ട ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു.
എത്തി. പക്ഷേ അവരിപ്പോൾ ഇറങ്ങൂല. ഞാൻ ആദ്യം ചെന്നിട്ട് അനാച്ചൻ്റെ അടുത്ത് ഞാൻ ഇവിടെ തുണി തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ ഒന്നുമില്ല, തുണിയൊന്നും തയ്ക്കാനുള്ളതൊന്നുമില്ല. ഞാൻ ചെന്നിട്ട് റൂമിൽ പോയി ഇരിക്കാൻ ചേട്ടൻ പറഞ്ഞു. അവിടെ ഇവരെല്ലാവരും കൂടെ വരും സർപ്രൈസ് ആയിട്ടെന്ന് പറഞ്ഞു. പോയില്ല. ഹലോ, ഇതായിരുന്നു അനജി 2 ദിവസമായിട്ട് ഇവരെ ഫ്ലൈറ്റ് ഡിലേ ആയി. യഥാർത്ഥത്തിൽ ഇന്നൊന്നും അല്ല, ഇന്നലെ വരായിരുന്നു. മെനിങ്ങാന്ന് ശ്വാസം വലി എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ അവിടെ സ്നോ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ട് കുറച്ച് ദിവസമായി. ചേട്ടൻ തിരിച്ചതിന്റെ അടുത്ത ദിവസം തിരിച്ചാണ്. സത്യം പറ, കൊച്ചിച്ചന്റെ മെസ്സേജ് കണ്ടില്ലേ ഇന്ന് രാവിലെ അയച്ചത്? സത്യമായിട്ട് കണ്ടില്ല. ഞാൻ കണ്ണെങ്കിൽ ചെയ്ത് ചോദിക്കുമല്ലോ. ഞാൻ എന്റെ അടുത്ത് അച്ഛൻ എന്നോ വരും തോന്നുന്നു. കല്യാണത്തിനൊക്കെ ആലോചിക്ക്. അങ്ങ് ഇഞ്ചക്കില് പോയിട്ട് ഇഞ്ചക്കിലല്ല ഏണിക്കര് നമ്മളെ ആദ്യമേ എടുക്കണം. ഞാൻ അവിടെ നിന്ന് കയറി കേട്ടാ. അമ്മ പിന്നെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. നല്ല പഴം കേട്ടാ. കട്ടച്ചൽ കുഴി ചിക്കൻ പൊറോട്ട ഇടിയപ്പം 3 വർഷത്തിന് ശേഷം കട്ടച്ചൽ കുഴി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആഹാ, അത് ചൂടാക്കിയപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു. ഈ മണത്തിന് തന്നെ ഉണ്ട് ടേസ്റ്റ്. അവിടുത്തെ ഇടിയപ്പം അവിടുത്തതാ. ഇടിയപ്പം അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട എന്തോന്ന് സാരി സാരി അടിപൊളി. അവിടെ ഇരുന്ന് കണ്ടേനെ കാട്ടി നേരിട്ട് ഇപ്പൊ വീഡിയോ കോൾ വിളിച്ചാണ് നമ്മൾ പിഎമ്മിൽ സാരി വാങ്ങിച്ചത്. ഞാൻ പോലും നേരിട്ട് പോയി എടുത്താൽ ഇത്രയും പെട്ടെന്ന് സാരി എടുക്കും. ഞാൻ എപ്പോഴും പറയാം 5 മിനിറ്റ് കൊണ്ട് സാരി എടുക്കട്ടെ. അത് അവര് പെട്ടെന്ന് ഉടുപ്പിച്ച് കൊടുക്കല്ലേ പരതയുടെ പുറത്ത്. നല്ല നല്ല കളർ. ഇത് കല്യാണത്തിനാ ഒരു നല്ല യു എടുത്തേ. വെട്ടിയതാണ്. ആ, അവിടെ വരാൻ നേരത്ത് ക്യൂട്ടല്ലേ? അമ്മ അയ്യോ ചേട്ടന് വാങ്ങണ്. ഇനി പറയണം വാജി. മാലോകിന് എന്നായിരുന്നു ആടുജീവിതത്തിലെ ആടിനെ പോലെ. സ്പീക്കർ എവിടെ? മറ്റേ കുട്ടി സ്പീക്കർ എവിടെ? പാട്ടിട്ടുണ്ട് പോനെ. അതല്ല, എനിക്ക് പ്രാക്ടീസ് 4 മണിക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഹോട്ടലിൽ 4 മണി കളിച്ചു പോയി. ഇപ്പൊ 12 മണിയായി. കയ്യൊക്കെ ഭയങ്കര. ഇപ്പൊ 12 മണിയായി. വ്ളോഗ് എടുക്കണം. ഇപ്പൊ 12 മണിയായി. നമ്മള് ലുലുവിൽ ഇപ്പൊ പോയിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും
ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ബാജിയുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ്. മൊത്തത്തില് ഇന്നൊരു ബിസി ഡേ ആണ്. ഞാൻ എല്ലാം കാണിച്ചു തരും. ഇനി അങ്ങോട്ട് നമുക്ക് കല്യാണം വെഡിങ് ആനിവേഴ്സറി വെഡിങ് പ്രിപ്പറേഷൻസ് ഓൺ ആണ്. ഇന്നോട്ടാണ് നമ്മള് ഡയറ്റിംഗ് ഒന്നും അല്ല. ഫസ്റ്റ് കട്ടച്ചൽ കുഴി തൊട്ട് തുടങ്ങി. നല്ല 3 പീസ് അതങ്ങോട്ട് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ. നല്ല മറ്റേ എല്ലാണ്. കട്ടച്ചൽ കുഴി മീൻസ് ഇറ്റ്സ് ഓൾവേസ് എല്ല്. അതിനാണ് ടേസ്റ്റ്. കുഞ്ഞു സ്പീക്കറോടെ നിങ്ങൾ വന്നപ്പോഴും ചോദിച്ചു. കട്ടൻ ബിരിയാണി സാരി എടുക്കുവാണ്. ലുലു സെലിബ്രേറ്റ് എന്ന് ഞാൻ പറയണ നല്ല റെഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് നോക്ക് ജസ്റ്റ് ഗോൾഡ് പറഞ്ഞ അത് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. ഒരു പ്രേതം നടന്നു പോകുന്ന കണ്ടു. നമ്മുടെ വാവ് എടുത്തെടുത്ത് ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞില്ല. we're still shopping and I'm so hungry. 3:30 ആയിട്ടുണ്ട്. PM ഇങ്ങനെ പരതി നടക്കുകയാണ്. പരതി നടക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല. കിട്ടിയിട്ടുണ്ട്. 3 ചുരിദാറ് കിട്ടിയിട്ടുണ്ട്. സാരി കിട്ടിയോ? എന്തൊക്കെ കിട്ടി. സാരി കിട്ടിയില്ല അമ്മൂന്. ഇനി സാരി പോത്തീസിലോ ജയലക്ഷ്മിയിലോ ഒക്കെ പോയി വാങ്ങണം. അമ്മൂനൊരു കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അത് പക്ഷെ ഭയങ്കര വലുത്. അപ്പം നമ്മളിനി ഓൾട്രേഷന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വർക്കൊക്കെ വരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞു ഇവർ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മു ഒന്നും കൂടെ ഇട്ട് ടൈലറിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതനുസരിച്ച് മെഷർമെൻ്റൊക്കെ എടുത്ത് ഓൾട്ടർ ചെയ്ത് തരും. പക്ഷെ പരിപാടിയുടെ തലേ ദിവസമേ കിട്ടത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല. ഇന്ന് 21st ആയി. ഇത് 28th പരിപാടിയാണ്. ഇനി ഒരു വീക്കും കൂടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി കയറി. ഞാൻ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു. ഇനി ഹീൽസ് വാങ്ങാൻ പോകണം. നമുക്ക് 3 പേർക്കും വേണം. മൂച്ചി ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരെണ്ണം ഇഷ്ടമായി. പക്ഷെ അത് എനിക്ക് എൻ്റെ ഇത് സൈസ് ഇച്ചിരി വലുതാണ്. സോ അതിന് കിട്ടിയില്ല. ഇനി വേറെ നോക്കണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ലൈക്ക് കുറച്ചൊക്കെ, ഫുൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും നാളെ വന്ന് ഫുൾ വാങ്ങിച്ച് തീർക്കണം. പക്ഷെ അത് നടക്കുന്നില്ല. ഇനി എനിക്കൊന്ന് കല്യാണത്തിൻ്റെ തലേദിവസം വരെ ഞാൻ ഇതുപോലെ ഓടും. അവർക്കും ഉണ്ട് ഇനിയും വാങ്ങാൻ. ഇനി നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് പോവുകയാണ് സംഗീതിൻ്റെ. യെസ്, ഐ എം എക്സൈറ്റഡ്. അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാം ഇഷ്ടമാണ്. ഇതെല്ലാം എനിക്ക് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഒരാളെ കാണിച്ചു തരാം. മറ്റേ സൈഡ് ഓപ്പൺ ചെയ്യും. My girl is here. കുറെ ദിവസമായി കണ്ടിട്ട്. എല്ലാരും വന്നു. കളിച്ചു തുടങ്ങി. പാടില്ല.
വരദ എങ്ങനെയുണ്ട് കണ്ണൊക്കെ? എല്ലാം മാറിയിട്ടുണ്ട്. Yeah. കൊച്ചി വ്ലോഗ് കഴിഞ്ഞതോടെ ഞാൻ കൊച്ചിക്ക് ശേഷം വരദ ഇപ്പോഴാണ് കാണുന്നത്. മൂന്നാഴ്ചയാണ് ഞാൻ വരദ കാണാത്തത്. ശരിയാണ്, ഇപ്പോഴാണ് കാണുന്നത്. നമ്മള് 8:30 ആയിട്ടുണ്ട്. നമ്മളിപ്പം ബാക്കി 3 വരെ ഉള്ളൂ. ഇനി ഈ ഡാൻസിൽ 6 പേരുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളവർ വെച്ച് പഠിക്കുകയാണ്. മയൂക ഓൺലൈൻ വാട്സപ്പ് കോളിൽ കൊണ്ട് ചെയ്യുകയാണ്. ചേട്ടാ എൻ്റെ വ്ളോഗ് ഹായ് പറയും. I'm waiting for me. Alright, my column is so bad. നമ്മള് ചേട്ടൻ പിക്കപ്പ് ചെയ്യാൻ വന്നു. നേരെ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. കാറിൽ വരതെ എന്തായാലും ഡ്രോപ്പ് ചെയ്യണം. വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മിക്കവാറും വീട്ടിൽ പോകും. അവിടെ ബാജിയുടെ ഫ്രണ്ട്സ് എല്ലാം ഡാൻസ് പഠിക്കാൻ വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. 9 മണിക്ക് വരും എന്നാണ് ഇന്നലെ പറഞ്ഞത്. എനിവേസ് ഇന്ന് കാണാം വരുമോ ഇല്ലേ. 24th, 25th. ശരി അപ്പോൾ ബൈ. വീടെത്തി. ബട്ട് മൈ മാമന്മാർസ് ആർ വെയിറ്റിംഗ് ഫോർ മീ ടു ടീച്ച് ദം. ഹായ് ഗായ്സ്. ഹലോ, എന്തുണ്ട് വിശേഷം? വ്ളോഗിന് ഹായ് പറ രാജി മാമ. വ്ളോഗ് എന്തുണ്ട് വിശേഷം? വാ കളിക്കാം വ്ളോഗ് കളിക്കാം കളിക്കാം. വീടൊന്നുമില്ലേ? വന്നപ്പോ അവിടെ കളിക്കുന്നവരെ എനർജി കയറിക്കൊണ്ട് അവിടുത്തെ എപ്പം കഴിഞ്ഞു? ഇപ്പം ഇപ്പം കഴിഞ്ഞിട്ടുണ്ടോ? 5 തൊട്ട് 9 വരെ. വരണമെന്നറിയുമ്പോഴേ നമ്മളെ എനർജി പോകും. അതൊന്നും ശരിയല്ല. എല്ലാവരും ആദ്യം 3, 4 ഓക്കെ അല്ലേ? ചെയ്തോളാം. സ്പേസ് ഇല്ല എന്നാണ് കംപ്ലൈന്റ്. ഇന്ന് വന്ന കൊച്ചിച്ച് അടിപൊളിയായിട്ട് ചൊറി ഓക്കെ. എന്നിട്ട് മനസ്സിലായോ? അല്ലല്ല, എന്നിട്ട് ഇത് ഈ പാട്ട് എന്നിട്ട് മനസ്സിലായോ? Are you sleepy? Yeah. എല്ലാരും ഇറങ്ങി. രാത്രി 11:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്നെ ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം. ഭീമയ്ക്ക് ഉറക്കം വരുന്നോ? ചെറുതായിട്ട് ഉറങ്ങി വരുന്നുണ്ട്. അല്ലെ നമുക്കന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് രംഗിന്റെ ഒക്കെ പരിപാടി പ്ലാൻ ചെയ്യാം. സംഗീതിന്റെ ഒക്കെ പ്ലാൻ ചെയ്യാം. നമ്മൾ ഹാപ്പിയാണ്. കുറെ നേരമായി നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നൊരു കല്യാണ വീടായിട്ട് നമുക്ക് തോന്നി. എല്ലാവരും ഉണ്ടായിരുന്നു. PM വന്നു. അമ്മൊക്കെ ക്ഷീണം കാരണം ഉറങ്ങി. 21st ആയി. 21st. അപ്പോൾ 22, 23, 24, 25.
4ാമത്തെ ദിവസം തൊട്ട് പരിപാടികളാണ്. ബ്ലൗസ് നമ്മള് എത്രയോ വർഷത്തിന് ശേഷം അല്ലേ നമ്മൾ ഈ വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഒരു ഫീൽ വേറെയാണ്. അതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ വന്ന് അന്ന് ഇതേപോലെ ആയിരുന്നു. ബാജി കുറെ ആൾക്കാർ ചേട്ടപ്പ ഉണ്ടായിരുന്നു, ചേച്ചിമ്മ ഉണ്ടായിരുന്നു, അച്ഛമ്മ ഉണ്ടായിരുന്നു, കമലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ നിരന്നു. അപ്പൊ നിങ്ങൾ അന്നും ഇല്ല ഇല്ലോ അന്നുണ്ടായിരുന്ന ആ കൊച്ചിന്റെ വീണ്ടും ഒരു കല്യാണം, അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ ഒരു കല്യാണമാണിത്. അപ്പൊ നമ്മൾ വീണ്ടും എല്ലാരും കൂടെ ഒത്തുചേർന്ന് ഇനി ചേട്ടപ്പനും ചേച്ചിയമ്മയും കൂടെ വരാനുള്ളൂ. വരും. അതും കൂടെ കഴിഞ്ഞാല് ഇവിടെ എല്ലാം എന്തെന്ന് ഫാമിലി സംഗമം. ഓക്കെ, നമ്മളെല്ലാ ഡേയ്സും ഇങ്ങനെ അടിപൊളിയാണ്. ഫുഡ് എല്ലാം ഇനി എല്ലാം ഓണാണ്. ഇത്രയും ദിവസം ഓണായിരുന്നു, പക്ഷെ ഒരാളുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ ഓണാണ്. നമ്മള് രാത്രി വെളുക്കൊക്കെ ആയിരിക്കും പ്രോഗ്രാം. ഇത്ര നാളെ കുറച്ച് ഇപ്പൊ ഉറങ്ങും BM വെളുക്ക ഇരിക്കും. ഞാൻ ഒരു കാര്യമുണ്ട്, മെനിയാന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സത്യം ശരിയാണ്, നടന്നോ ഉറങ്ങും. പക്ഷെ കുഴപ്പമില്ലല്ലോ, ഇവര് മെനിങ്ങാന്ന് ഇറങ്ങിയതാണ് അമേരിക്കന്ന് ഇറങ്ങി 13 hours. ഇന്നലെ എത്തി ഇന്ത്യയില്, പക്ഷെ 13 hours ബോംബെയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും 6:45 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 9. സാധാരണ 6:45 സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ എന്നിട്ട് 7:15 ആയി സ്റ്റാർട്ട് ചെയ്തത്. ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ലേറ്റ് ആയി. നമ്മള് നാളെ എനിക്ക് കുറേ ജോലിയുണ്ട്. ഇനി ആക്ച്വലി നമുക്ക് 3 ദിവസവും കൂടെ ഉള്ളൂ. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഇത്രേ ഉള്ളൂ. സൺഡേ തൊട്ട് പരിപാടി തുടങ്ങുവാണ്. അപ്പോൾ എന്നിട്ട് ഇന്ന് PM ഇപ്പൊ പറയണം നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അത് തുണി തയ്ക്കാൻ കൊടുക്കണം, തുണി എടുക്കണം. ആക്ച്വലി അതാ ആദ്യത്തെ പണി. പിന്നെ ഓർണമെന്റ്സ് സെറ്റ് ചെയ്യണം, അതല്ലേ ഓർണമെന്റ്സ് സെറ്റ് ചെയ്യണം. പിന്നെ കൊച്ചിന് ഡ്രസ്സ് എടുക്കണം, ഇതെല്ലാം ഉണ്ട്. ചെരുപ്പെടുക്കണം, ഒന്നുമില്ല. താഴെ എന്നത് ടോപ്പ് ടു ബോട്ടം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒന്നുമില്ല, നാളെ പരിപാടി ഒന്നുമില്ല. അത് നമ്മളാണ് ഇത് എന്താണ് പറയണ്ട, പരിപാടിയൊക്കെ ഒന്ന് ലൈക്ക് ഒരു ഓർഗനൈസ് ഒക്കെ ചെയ്തൊന്ന് ഒരു എന്താണ് ആ ഇവന്റ് ഒന്ന് നടത്തുന്നത് ഞാനും PM ആണ്. അന്നത്തെ ഒരു പരിപാടിയൊക്കെ ഒന്ന് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്ലാനും ആയിട്ടില്ല. അതെ, അതിനൊപ്പം നമുക്ക് അറിഞ്ഞേ കൂടാ. ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് കൊണ്ടുവന്നു. നമ്മളതൊക്കെ ഒന്ന് തപ്പി എടുത്ത് എല്ലാം ചെയ്യണം ഇനി. അപ്പോൾ ഞാനും PM പിന്നെ അനാച്ചുവിന്റെ അനിയനും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. PM എന്താണ് ഞാൻ വിചാരിച്ചു, ഞാൻ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഡാൻസൊക്കെ ഒന്ന് ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്യാന്ന് ഇരുന്നപ്പോഴത്തേക്കും PM പറഞ്ഞു ഇന്നൊന്നും ചെയ്യേണ്ട, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചിരുന്നുണ്ട് ഉറങ്ങി. ഓക്കെ, സോ ഉറങ്ങി നമുക്ക്, കാരണം മെനിങ്ങാണ്ടേ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അതെ, അതുകൊണ്ട് നമ്മൾ ഐ എം സോ ഹാപ്പി നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് ഒരു വീട്ടിൽ ആണ്. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നാളെ എണീക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പണ്ടത്തെ ഒരു ഫീല് വരുന്നുണ്ട് അല്ലേ. നമ്മൾ അമേരിക്കയിൽ ആദ്യം പോയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ തന്നെയാണ് നിന്നത്. പിന്നീടാണ് നമ്മൾ മാറിയത് അങ്ങനെ. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. എനിവേസ് നല്ല രസമുണ്ട്. ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയുടെ സ്ഥിരം പരിപാടി ഇതാണ്. വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അമ്മ സംസാരിക്കും. ഇപ്പൊ വന്നിട്ട് ചോദിച്ച് ലൈറ്റ് അടയ്ക്കട്ടെ, അതാണ് ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നത്. എനിവേസ് നമ്മളെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഒന്നിച്ചൊരു വീട്ടിൽ. നമ്മൾ അമേരിക്കയിൽ പോയ സമയത്താണ് എല്ലാവരും ഒന്നിച്ചൊരു വീട്ടിൽ നിന്നത് ഫോർ 6 months അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ അപ്പാർട്ട്മെന്റ്സിലേക്കായി. എനിവേസ് ഇപ്പോൾ ഒരു രസമുണ്ട്. എല്ലാവരും നമ്മൾ ഒരു വർഷമായിട്ട് കാത്തിരുന്ന ആ ഡേയ്സൊക്കെ ഇങ്ങനെ വരുന്നു. ആ ഡേയ്സ് ആയി ഇങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ കുറേ പേരൊക്കെ വരുന്നു. നല്ല രസമുണ്ട് രാത്രിയൊക്കെ. യെസ്, ഇനി ഒരു 1 week ഫണ്ണായിരിക്കും. എല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ വരുമ്പോഴത്തേക്ക് എടുക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.